പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരും ലൈസൻസ് എടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരും ഇവിടെ കമോൺ. കാരണം നിങ്ങളെ ഞാൻ ഇതിന്റെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണ്. അടുത്ത ആഴ്ച ഇറക്കട്ടെ. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ രാജ് ഫാമിലിയെ. ലെറ്റ്സ് വെൽക്കം സൻരാജ്, സതുൽ രാജ് ആൻഡ് ഷിജില രാജ്. ഇതായിട്ടും വേറെ ഹലോ. ആശാനെ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കൊട്ടേഷൻ ഒന്നും എടുക്കൂല, ഞാൻ ഇപ്പൊ സ്കൂളിലാ. അതെന്താ അവിടെ മഴ പെയ്യുണ്ടോ? ഇല്ലല്ലോ. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ കണ്ട കാലൊക്കെ ആയിട്ട് മഴ നനയാതെക്കാൻ വേണ്ടി മാത്രമാണല്ലോ ആശാ സ്കൂളിന്റെ വരാന്തേ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഇതാ സ്കൂളല്ല, ഡ്രൈവിംഗ് സ്കൂളാ. പിന്നെ മോനെ വോയിസ് ഓവറേ എന്തോ കൂടുതൽ ഓവറാക്കാതെ വെച്ചിട്ട് പോടാ ഫോൺ. അല്ല പിന്നെ രാവിലെ തന്നെ വിളിച്ചോളും. ഇവിടെ ഒന്നൊരു മനുഷ്യനും കാണാനില്ലല്ലോ. ഇവിടെ ആരും ഇല്ലടാ. തന്റെ പേര് മാവേലി എന്നാണോ? അല്ല, നിങ്ങൾ അങ്ങനെ ചോദിച്ചേ? അല്ല, ഭൂമിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്നോണ്ട് ചോദിച്ചാ. അയ്യോ, ഞാനേ ഈ വണ്ടിന്റെ അടി കിടക്കരുത്. എന്താ തന്റെ വീട്ടില് സ്ഥലല്ലേ? അതല്ല, വണ്ടിന്റെ അടിഭാഗൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഓ അങ്ങനെ. അതെ. അല്ല, ഇവിടെ സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കൂ? പിന്നെന്താ, കണ്ടിട്ട് സ്ത്രീയാണെന്ന് തോന്നണില്ലല്ലോ. കൊണ്ടിട്ട് എന്ത് തോന്നുന്നു? കറക്റ്റ് പുരുഷൻ. അതാണ് എന്റെ ഭാര്യക്കാ ഡ്രൈവിംഗ് പഠിക്കണ്ടേ. അല്ല, എന്നിട്ട് നിങ്ങളെ ഭാര്യ എവിടെ? റൂമേഴ്സ് പറഞ്ഞ് ഓരോരുത്തരെ എൻട്രി ചെയ്താൽ മതിന്ന്. അതുകൊണ്ട് അവള് പുറത്ത് വെയിറ്റ് അങ്ങനെ. അല്ല, ഇതെന്താ അവിടെ വിങ് സ്കൂളിൽ നേരിച്ചേ? അതിന്റെ മുന്നത്തെ ഡ്രൈ അവിടെ. അതൊന്നും പറയണ്ട. ഞാൻ ഇന്നലെ ഡോക്ടർ എന്ന് കാണാൻ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഫ്ലോറിലായാലും ശരി എവിടെയാണെങ്കിലും ശരി ഇനി ഡ്രൈ അടിക്കരുത്, ഒഴിവാക്കണം എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോ തന്നെ ഞാൻ എന്ത് ചെയ്ത് ആ ഡ്രൈ അങ്ങോട്ട് ഒഴിവാക്കി. ബുദ്ധിമാനെ. അതെ, നിങ്ങൾ വന്ന് എനിക്ക് തന്ന്, പക്ഷെ ആളാരാന്ന് മാത്രം മനസ്സിലായില്ല. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലടാ. കണ്ടിട്ട് മനസ്സിലാവും, അത് മീശയല്ലേ, അല്ലാതെ ആധാർ കാർഡ് ഒന്നും അല്ലല്ലോ. ഞാൻ ഗിരിരാജൻ. കോഴിയാണോ? ഗിരിരാജൻ AEO. AEO എന്ന് പറഞ്ഞാല് അടിച്ചല്ലൂരുന്ന്. ഈ ഗിരിരാജൻ കൊണ്ടൊന്ന് വാളെടുത്താ അപ്പ വീശും. ഞങ്ങളൊക്കെ രണ്ടെണ്ണം വീശിയാലാണ് വാളെടുക്കല്. ആ വാളല്ല, ഈ വാള്. ഇത് വാളല്ലല്ലോ, ഇത് വാരിയലിന്റെ എക്സറ അല്ലേ? വാളെടുക്കാൻ മറന്ന്. താരാ? അതാരാ? എന്റെ ഭാര്യ. ഒക്കെ കണക്കന്നെ. ഇങ്ങോട്ട് കേറി പോരി. എൻട്രി മ്യൂസിക് ഒന്നും ഇല്ല, കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ. വാളെവിടെ വെച്ചേ? അത് നമ്മളെ വീട്ടില്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു പുറത്തിറങ്ങുമ്പോ എടുക്കാൻ ഓർമ്മിക്കണം നീ. മേലാൽ ആവർത്തിക്കരുത്. താരാ PV അല്ലേ? അതെങ്ങനെ നിനക്കറിയാ? ശശികുമാർ കുളമുക്കിൽ. അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഒരു തിടുക്കം. അക്ഷയ് മോനെ, കോപ്പിറൈറ്റിന്റെ പേരും പറഞ്ഞ് ഇവളുടെ എൻട്രിക്ക് പോലും മ്യൂസിക് ഇടാത്ത നീ ഇപ്പൊ ലവ് സോങ് പ്ലേ ചെയ്തിരിക്കുന്നു. ഏയോ മറക്കണ്ട. ആരടി നീ? ഞങ്ങളെ ഭാര്യ. ആരാ ഞാൻ? ആ പെണ്ണിന്റെ ഭർത്താവ്. ഇവനാരാ? ഇത് എന്റെ ക്ലാസ്മേറ്റ് ആണ്. അതെ 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 അതെ, ഞങ്ങൾ ഹൈസ്കൂൾ വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. കൊറേ കാലത്തിന് ശേഷം ഇന്നാണിപ്പോ. അപ്പൊ ആ കെയർ ഓഫിൽ കാണാൻ വന്നാണല്ലേ? അവന് ഞാനല്ലല്ലോ, നിങ്ങൾ രണ്ടാളും കൂടി ഇന്നെ കാണാനല്ലേ വന്നേ. ശരിയാണല്ലോ. അപ്പൊ ഇത് നിന്റെ പ്ലാൻ ആണല്ലേ? ഇന്റെ മനുഷ്യ, നമ്മൾ ഈ ഏരിയയിൽ ഈ ഒരു ഡ്രൈവിംഗ് സ്കൂൾ അല്ലേ ഉള്ളൂ. നിങ്ങളല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഐ ആം ട്രാപ്പ്. അതെ, ഇപ്പൊ സത്യത്തില് ഇതിൽ ആർക്കാ ഡ്രൈവിംഗ് ഓടിക്കേണ്ടത്? താരക്കാണോ അതോ ഗിരിജക്കാണോ? ഗിരിരാജൻ ഗുണ്ട. ആയിക്കോട്ടെ. അല്ല, അപ്പൊ താരക്കാണ് പഠിക്കേണ്ടത് അല്ലേ? നിങ്ങൾ ഓടിക്കാറുണ്ടോ? എന്നെ നാട്ടുകാരെ ഓടിക്കാറാ പതിവ്. ഞാൻ ഉദ്ദേശിച്ച അതല്ല, നിങ്ങൾ വണ്ടി ഓടിക്കാറുണ്ടോന്ന്. എവിടെ കടിക്കാൻ വരുന്ന പട്ടിയെ ഓടിക്കാൻ പോലും ഇങ്ങേർക്ക് അറിയില്ല. എന്നാ പിന്നെ ആദ്യം ഇങ്ങക്ക് ഡ്രൈവിംഗ് പഠിച്ചൂടെ? സ്ത്രീ ശാക്തീകരണം. സ്ത്രീകൾ മുൻനിരയിലോട്ട് വരട്ടെ. നീ എവിടെ പോണേ? മുൻനിരയിലേക്ക് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഇവളെ പഠിപ്പിച്ചാ മതി. കാരണം സ്ത്രീകൾക്കാണ് പ്രാധാന്യം. അല്ലാതെ സീറ്റിലിരുന്ന കാല് താഴത്തേക്ക് എത്താഞ്ഞിട്ടൊന്നല്ല. അപ്പൊ അല്ല, ഈ ലൈസൻസ് ഇട്ട് എത്ര സമയവും? പോയിട്ട് കുറച്ച് ധൃതിണ്ടേ. എന്റെ പൊന്ന് ഡാഡി ഗിരിജേ. ഗിരിരാജൻ ഗുണ്ട. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വിചാരിക്കണ മാതിരി ഇത് പറയുമ്പോഴേക്ക് രണ്ട് എടുത്തു തരാൻ പറ്റിയ സാധനമല്ലേ ഈ ലൈസൻസ്. അതിനൊക്കെ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ആദ്യം ലൈസൻസിന് അപേക്ഷിക്കണം. ഞാൻ ഇന്നേ വരെ ആരോട് അപേക്ഷിച്ചിട്ടില്ല, ആജ്ഞാപിച്ചിട്ടേ ഉള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത് സുഹൃത്തെ. നോക്ക്, ലൈസൻസിന്
ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് തരണം എന്ന്. മനസ്സിലായോ? പേര് താര. താരാഗിരി. താറാവ് കറിയോ? താറാവ് കറി മപ്പാസ് എടോ താരാഗിരി. അപ്പോ താരാഗിരി. പിന്നെ ലൈറ്റ് ആണോ ഹെവി ആണോ? അവക്ക് ഹെവി വഹിക്കാൻ കഴിയൂല, അതുകൊണ്ട് ലൈറ്റ് വഹിക്കൽ മതി. ഓക്കെ, അപ്പൊ ലൈറ്റ്. പിന്നെ താര, ഡോക്ടർ ഒന്ന് പോയി കാണിക്കേണ്ടി വരും കേട്ടോ. കണ്ണൊന്ന് പരിശോധിക്കണം, കാരണം കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയണല്ലോ. അവളെ കണ്ണിന് ചെറിയൊരു കുഴപ്പമുണ്ട്. അയ്യോ, കണ്ണിനെന്താ പ്രശ്നം? കഴിഞ്ഞ ആഴ്ച അവളെ കണ്ണിലൊരു സാധനം പെട്ടിട്ട് ഒരു സംഖ്യ എന്റെ കയ്യിൽ നിന്ന് പോയത്. ആണോ? അല്ല, എന്താന്ന് കണ്ണിൽ പെട്ടത്? കരട് വല്ലതും ആണോ? പെട്ടത് കരടല്ല, ഒരു കാഞ്ചീപുരം സാരി 16 റുപ്യന്റെ കയ്യിൽ നിന്നാണ് പോയത്. അങ്ങനെ. പിന്നെ താര, ഈ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ലേണേഴ്സ് പാസ്സാവണം. നമ്മളല്ല, അവള്. ഏകവചനം മതി. ഓക്കെ. ലേണിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങളിൽ അധികം സിഗ്നലുകളെ കുറിച്ചാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ പെട്ടെന്നൊരു ട്രാഫിക് സിഗ്നലിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് മഞ്ഞ നിറത്തിൽ കത്തുന്നത് കണ്ടാൽ അതിന് എന്ത് മനസ്സിലാക്കാം? എനിക്ക് മഞ്ഞപ്പിത്താണെന്ന് മനസ്സിലാക്കാം. മഞ്ഞപ്പിത്തായിട്ടല്ല, അത് മഞ്ഞ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്ലോ ആക്കണം. മനസ്സിലായോ? പച്ച കത്തുമ്പോഴേ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇനിയിപ്പോ അതുപോലെ തന്നെയാണ് ഈ ഹാൻഡ് സിഗ്നലുകൾ. ഇപ്പൊ താര ഒരു വണ്ടി ഓടിച്ചു പോവാണെന്ന് ഇരിക്കട്ടെ, ഇങ്ങനെ കൈ വീശി കാണിക്കുന്നത് എപ്പോഴാണ്? പരിചയക്കാരെ കാണുമ്പോ. ആന്നേ, അല്ലെങ്കിൽ അവർ വിചാരിക്കും അവർക്ക് ഭയങ്കര ജാടയാണെന്ന്. അല്ല ശശി, എനിക്കൊരു സംശയം. അയ്യോ, ചോദിച്ചോളൂ. അത്ര അടുത്തേക്ക് പോണ്ട, അത് പിന്നെ എനിക്കൊരു സംശയമാവും. അപ്പൊ താര, നമുക്ക് ഡ്രൈവിങ്ങിന്റെ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വന്ന് വണ്ടി കയറി. വണ്ടി കയറി ഇങ്ങോട്ട് കൂടെ വണ്ടി കയറാൻ പറ്റില്ല. വണ്ടി കയറി അങ്ങോട്ട് പോകാനല്ല, ഇത് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഓൺലൈനായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ? ഓൺലൈനായിട്ടോ? അല്ലെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന വരി. ഓൺലൈനായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊന്നും പറ്റൂല. പറ്റിയാലും ഇവ സമ്മതിക്കൂല, കാരണം ഇവന്റെ ലക്ഷ്യം വേറെ ആണല്ലോ. പിന്നെ താര ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? താര മാത്രല്ല, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് താര, നമുക്ക് ആദ്യം ഗിയർ പഠിച്ച് തുടങ്ങാം. അയ്യോ ശശി, അത് അങ്ങേരെ സമ്മതിക്കുന്നു തോന്നണില്ല. എന്ത്? ബിയർ അടിച്ച് തുടങ്ങാന്ന്. ഗിയർ അടിച്ച് തുടങ്ങാന്നല്ല, ഗിയർ പഠിച്ച് തുടങ്ങാന്ന്. മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചോ, ഇതെന്താ? സത്യം മാഷ ഫിഗർ. അയ്യോ, തന്റെ ഭാര്യ പറഞ്ഞു കേട്ടോ. അത് നോക്കണ്ട, അതിന് അത്ര ഇതരല്ലേ ഉള്ളൂ. അല്ല, ശരിക്കും ആരെ ഫിഗറാ? മധുവിന്റെ? ഞാനിവിടെ ഫിഗർ ഷോ നടത്തുകയാണോ? ഇത് ഗിയറിന്റെ പൊസിഷൻ കാണിച്ചു തന്നല്ലേ. ഇത് ഫസ്റ്റ് ഗിയർ, നേരെ ബാക്കിൽ സെക്കൻഡ് ഗിയർ. എന്താണ് നോക്കുന്നത്? അല്ല, ബാക്കത്തെ സെക്കൻഡ് ഗിയർ നോക്കിയാ. എന്റെ ബാക്കിലല്ല, ഈ ഫസ്റ്റ് ഗിയറിന്റെ ബാക്കിൽ സെക്കൻഡ് ഗിയർ. അല്ല ശശി, ഈ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ എങ്ങനെ ലൈസൻസ് കിട്ടാ? എന്റെ താര, തന്റെ താരേ? വെറും താര. അതായത് ഈ ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് കുറെ കടമ്പകൾ കിടക്കാണ്ട്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലേ, ഈ ലേണിങ്. അപ്പൊ ലേണിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വണ്ടിയുടെ മുന്നിലും ബാക്കിലും ഓരോ എല്ല് വെക്കണം. എന്താ ചോദിക്കാൻ വരുന്നത് മനസ്സിലായി? ആ കൗണ്ടർ ഈ ഫ്ലോറിൽ കുറെ അടിച്ചാണ് ഇനി ഏൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രൂമർ കട്ട് ചെയ്ത്. ഇനിയാണ് ലാസ്റ്റ് കടമ്പ. അതായത് ഗ്രൗണ്ടിൽ പോയിട്ട് എച്ച് എടുത്ത് കൊടുക്കണം. പട്ടി പോവും. എടോ, എച്ചിലെടുക്കാനല്ല, എച്ച്. അതായത് ഇംഗ്ലീഷ് അക്ഷരം എച്ചിന്റെ ആകൃതിയിൽ വണ്ടി ഇങ്ങനെ ഓടിച്ച് കാണിച്ചു കൊടുക്കണം എന്ന്. ഇപ്പോഴാണ് ബ്രിട്ടീഷുകാരോട് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നത്. അതെന്താ? എടി, അമ്മമാര് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നീയൊക്കെ അത്ര അമ്മ എന്നൊക്കെ എഴുതിന്റെ വന്നേനെ. നിന്റെ ഭാഗ്യം. എന്ത് ഭാഗ്യം? എനിക്ക് ആലോചിക്കുമ്പോ തന്നെ പേടിയാവാ. എനിക്ക് ഡ്രൈവിംഗ് ഒന്നും പഠിക്കണ്ടെന്നേ. മിസ്റ്റർ രാരീരം ഗുണ്ട, ഗിരിരാജൻ ഗുണ്ട, എന്തോ ആയിക്കോട്ടെ, താരെ വെറുതെ വിഷമിപ്പിക്കണോ? അവളിങ്കാട്ടി വിഷമം തനിക്കാണല്ലോ. കേട്ടോ ശശി, ഞാൻ ഇയാളോട് കൊറേ പറഞ്ഞതാ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടെന്ന്. സമ്മതിക്കണ്ടേ? നീ ഡ്രൈവിംഗ് പഠിച്ചില്ലെങ്കിൽ പിന്നെ വീട്ടിൽ വാങ്ങിച്ച വണ്ടി ആരോട്ടും? അല്ല, വീട്ടിൽ വാങ്ങിട്ട വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിച്ചാണ് നിങ്ങൾക്ക് ഓടിച്ചൂടെ? എടോ, അതിന് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് കാര്യമില്ല. അതെന്റെ പ്രൊഫഷണൽ എമർജൻസിക്ക് ഓടാനുള്ള വണ്ടിയാണ്. എനിക്ക് ഇതാണ് മനസ്സിലാവാത്തത്. നിങ്ങളെ പ്രൊഫഷണൽ എമർജൻസിക്ക് ഓടാനുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഓടിക്കണല്ലേ നല്ലത്. അല്ല, ഏത് വണ്ടിയാ അപ്പൊ വീട്ടിൽ വാങ്ങി വെച്ചുള്ളത്? കാറാണോ? ജീപ്പ്? വാൻ? ഇതൊന്നുമല്ല, ഞാനൊരു ആംബുലൻസാ വാങ്ങിയത്. ആംബുലൻസ്? ആയതിന്? എടോ, വല്ലവന്റെ അടിയും കൊണ്ട് ഞാൻ റോട്ടിൽ കിടക്കുമ്പോ എന്നെ ടപ്പേന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അതാണ് എന്റെ പ്രൊഫഷണൽ എമർജൻസി. അതിന് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, എന്താ പറഞ്ഞേ? വല്ലവന്റെ അടി കൊണ്ട് നിങ്ങൾ റോട്ടുമ്പോ കിടക്കേ? അപ്പൊ ഫസ്റ്റ് പറഞ്ഞ AEO അത് ഞാൻ ചെയ്യണതല്ല, ബാക്കിയുള്ളവർ ഇന്ന ചെയ്യണതാ. അടിച്ചല്ലൂരി എടുക്കൽ.
അപ്പൊ സതുൽരാജേ, ഈ എയോ ഗുണ്ടയ്ക്ക് ഡ്രൈവിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പറ്റിയില്ല. നമ്മുടെ കാര്യക്കാർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എങ്ങനെ വർക്ക് ആയോ എന്ന് ചോദിക്കാം. ഇക്ക എങ്ങനെ ഉണ്ടായി നമ്മുടെ ക്ലാസ്? സെൻറാഞ്ച് ഫാമിലി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു പവർ, ആ ഒരു എനർജി ഇതിന് വന്നില്ല. മൊത്തത്തിലൊരു എന്താ ഒരു ഉന്മേഷക്കുറവ് പോലെ, ഒരു ഉഷാറില്ലായ്മ ഫീൽ ചെയ്തു. എന്തു പറ്റി? എന്താ പറ്റിയത് മനസ്സിലായില്ല. കളിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് ഡൗൺ. ഒരു ആവേശമില്ലായ്മ ഫീൽ ചെയ്തു. ഒരു എങ്ങനെയെങ്കിലും ഇത് കളിച്ച് തീർക്കണമെന്നുള്ളൊരു തോന്നൽ പോലെ ഫീൽ ചെയ്തു. ആണല്ലേ? സാധാരണ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഉള്ളത് നല്ല പയർ പോലെ, മോനാണെങ്കിലും നല്ല വെടിച്ചില് പോലെ നിന്ന് ചെയ്യുന്നത്. മൊത്തത്തിൽ എന്തോ ഒരു, പിന്നെ വൈഫിന് വലിയ ഡയലോഗുകളില്ലെങ്കിലും ആൾ ഇതിനു മുമ്പുള്ള സ്കിറ്റിലും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് കയറി എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന ആണല്ലോ. അത് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റും അല്ലല്ലോ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും നല്ല ആക്റ്റീവാണ് ആ ഒരു കാര്യത്തിൽ. പക്ഷേ ഇതിൽ നമുക്കത് കിട്ടിയില്ല. അത് മൊത്തത്തിൽ സ്കിറ്റിനെ ബാധിക്കും. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ആ ചിരിയുടെ എലമെൻറ്റുകൾ കുറഞ്ഞു വരും. ആ കൊടുക്കുന്ന പഞ്ചുകൾ, അതായത് ആ കൗണ്ടറിൻ്റെ പഞ്ചുകൾക്കൊക്കെ ഒരു ബലക്കുറവ് പോലെ ഫീൽ ചെയ്യുന്നു. അപ്പം സബ്ജക്റ്റ് നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ടെടുത്തതാണോ അതോ? ആണ്. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഇവനെ ബേസ് ചെയ്ത് ഇങ്ങനെ പോവാന്നുള്ള അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സത്യത്തിൽ പോയത്. അല്ല, മോൻ ഓൾറെഡി അവൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അവൻ ആക്ടറാന്നുള്ള കാര്യം ഈ വേദിയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതെ അതെ. സാരമില്ല, അടുത്ത പ്രാവശ്യം നല്ല എനർജിയിൽ വന്ന് കളിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും. നല്ല പഞ്ചായത്ത് നിൽക്കണം. കാര്യം നിങ്ങൾ അങ്ങനെ കളിച്ച് വെച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. സൻരാജേ, സിതിലെ, ഷിജില, ഇതിനു മുമ്പും ഡ്രൈവിംഗ് സ്കൂൾ നമ്മളാണ് ചെയ്തിട്ടുള്ള അല്ലേ? ഇതിനു മുമ്പ് ഒരു സാധനം, അത് നല്ല കൗണ്ടറൊക്കെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റിൻ്റെയും കൗണ്ടറിൻ്റെയും കുറവിൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ പെർഫോമൻസിൻ്റെ പ്രശ്നമല്ല. ആദ്യത്തെ അവൻ പറയാനുള്ള സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൗണ്ടറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൗണ്ടറുകൾ കൂടുതലും പഴയതാണ്. ഇപ്പം നമ്മൾ സിഗ്നലിനെ കുറിച്ച് പറയുന്നു, ഇതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. മെയിനായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നല്ല ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഗുണ്ടൻ്റെ വൈഫ് ആ ഒരു റേഞ്ചിൽ പിടിക്കാന്ന് വിചാരിച്ചു. പക്ഷേ എവിടേക്കോ സ്ലിപ്പായി ഇങ്ങനെ തോന്നുക. അല്ല, അവൻ്റെ വരവും ഇൻട്രോയും അവൻ്റെ കൗണ്ടർ ടൈമിംഗ് ഒക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങളൊരു എന്താ ഫാമിലി പാക്കേജാണ്. നമ്മുടെ ഐറ്റം വേറയിൽ വരുന്നതിൽ നിങ്ങളൊരു ഫാമിലി രസമാണ് നിങ്ങളുടെ സ്കിറ്റ് കാണാൻ. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള സാധനങ്ങൾ വന്നില്ല. അടുത്തതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നല്ല കൗണ്ടറുകൾ, കാരണം നിങ്ങൾ 3 പേരും നല്ല ടൈമിംഗ് ആയിട്ട് കൗണ്ടർ അടിക്കുന്ന ആൾക്കാരാണ്. അടുത്തത് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും പൊളിക്കണം അടുത്തത്. ഓക്കെ ഓക്കെ, പ്രചോദേട്ടൻ കഴിഞ്ഞു. ഇനി ടിനിച്ചേട്ടൻ. ഇവർ രണ്ടുപേരും നിങ്ങളുടെ പ്രീവിയസ് പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അതെ. ഞാൻ ഫ്രഷ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഫ്രഷ്നെസ് ആണ് തോന്നിയത്. കാരണം 10-15 വർഷമായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ 3 പേരുടെയും ഒരു സ്ഥിരം പാറ്റേൺ, അതായത് നമ്മൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുടേതല്ലാത്ത ഒരു പെർഫോമൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു ഫ്രഷ്നെസ്സും. അതുപോലെ ഇവൻ എത്ര വയസ്സുണ്ട് മോനിപ്പോ? നീ ഉറപ്പായിട്ടും ഗംഭീര ആർട്ടിസ്റ്റായി തീരും. കാരണം നിന്റെ ടൈമിംഗ് എന്ന് പറയുന്നില്ല, ആരോഹണം അവരോഹണം. ഇതിനു മുമ്പ് പെർഫോമൻസ് കണ്ടില്ല, ഞാൻ ഫ്രഷ് ആയിട്ട് കാണുക. ഒരു സിനിമക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും, അതായത് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ആരാണ്? സ്ക്രിപ്റ്റ് ഞാനാ ചെയ്യുന്നത്. അനാവശ്യമായിട്ടൊരു വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പം ഇതിനു മുമ്പ് നിങ്ങളുടെ പെർഫോമൻസ് ഇതിനേക്കാൾ വലുത് കണ്ടതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കറക്റ്റ് റെൻഡറിങ് ആണ്, ക്ലാരിറ്റി ഉണ്ട്, പറയുന്നതെല്ലാം തിരക്ക് പിടിച്ച് പറയുന്നില്ല. ഇവൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്റ്റേജ് ബാലൻസ് ഉള്ള ഒരു പയ്യനാണ്. ഇവൻ്റെ ഏജിലുള്ള സാധനമല്ല കളിച്ചത്. അത് ഒപ്പിയെടുത്തിട്ട്, അത് പിള്ളേരുടെ കളിയാണെങ്കിൽ ആ പിള്ളേരുടെ ലൈനിൽ കളിച്ചാൽ മതി. ഇത് കറക്റ്റ് ഒരു റിയൽ ഒരു പേട്ട ഗുണ്ടേനെ എങ്ങനെയാണോ ഇപ്പം കീലേരി അച്ചു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സാധനത്തിൻ്റെ ഓരോ ആക്ഷൻസും ബോഡി ലാംഗ്വേജും എല്ലാം ഗംഭീരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പായിട്ടും പ്രൂവ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ഇവന്റെ പേര് സിദിൽ രാജ് അല്ലേ? ഞങ്ങൾ അവനെ വിളിക്കുന്നത് പൂച്ചക്കുരു മുക്കത്ത് നമ്മുടെ ബൈജോട്ടല്ലേ. അതെ അതെ അതെ. അല്ല, അവൻ്റെതായ ഒരു അനുകരണവും ഇതില്ലാണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് പ്രൂവ് ചെയ്യും. ഇതേ പഞ്ചിലങ്ങോട്ട് പോയിക്കോട്ടെ, വഴിമാറി പോകുമെന്നും വേണ്ടട്ടാ. തീർച്ചയായിട്ടും സ്കൂളിലൊക്കെ പോയി പഠിച്ചോ കാര്യം, പക്ഷെ ഇത് വിടരുത് ഒരിക്കലും. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത്, അത് ഒരു ലക്ഷങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന സ്പാർക്കാണ്. ഉറപ്പായിട്ടും ഇത് എഴുതി വെച്ചോ, നീ പ്രൂവ് ചെയ്തിരിക്കും. അല്ല സൻരാജേട്ടാ, സതിൽ എങ്ങനെയാണ് പഠിക്കാനൊക്കെ മിടുക്കനാണോ? അങ്ങനെ ഭയങ്കര സംഭവം രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് അല്ല, അങ്ങനെ മോശക്കാരനല്ല, ആവറേജ്. നമ്മളിതാ മാർക്സ് ചോദിക്കാൻ പോവാണ്. ടീച്ചേട്ടൻ തന്നെ തുടങ്ങാം. ഞാനൊരു 18. ഓക്കെ, 18,000. ഇക്ക? ഞാനൊരു 12,000 രൂപ. 12,000. അപ്പൊ 18ഉം 12ഉം 30,000 രൂപ. കണക്ക് ശരിയല്ലേ? 30,000 ആണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രചോദേട്ടനാണ്. ചേട്ടാ പിടിച്ചു. ഓക്കെ, 35,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അടിപൊളി.
ഇനിയിപ്പോ നമുക്ക് എന്തായാലും അടുത്ത സ്കിറ്റുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ അടുത്ത ഐറ്റമായി എത്തുന്നു കൊച്ചു പ്രതിഭേട്ടൻ, ശ്രീജു ചേട്ടൻ ആൻഡ് മനുകുമാരി ചേട്ടൻ. പരിഹാരം കുഞ്ഞോനെ, നിന്നെ ഞാൻ വീട്ടിൽ പോലും കൊണ്ടുപോകാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ കാര്യം അറിയാമോ? അറിയാം. എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അപ്പൊ നിനക്കത് അറിയാം. പിന്നെ എനിക്കത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അതേ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കുവാണ്. എന്നാ അതല്ല, പിന്നെ ഈ സാധനം കണ്ട, ഇത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഇറ്റലിയാ? പിന്നെ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ദിവസം ഫ്ലൈറ്റ് യാത്ര ചെയ്ത സാധനമാണ്. ആണല്ലേ? ഇത് അടിക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. ശ്ശോ. കാരണം ഇപ്പുറത്തുനിന്ന് നോക്കി അപ്പുറത്തേക്ക് കാണാൻ പറ്റാത്ത മാട്ടറമ്മാണ് നീ അടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സാധനം അടിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഇല്ല. നീ വേണേ ഇത് മണപ്പിച്ചു നോക്ക്. മണപ്പിച്ചു നോക്ക്. സൂപ്പർ മണം. മണമുണ്ട്. അപ്പൊ ഇത്രയും വില കൂടിയ ഒരു സാധനം ഞാൻ നിനക്ക് കൊണ്ട് തരണമെങ്കിൽ എനിക്ക് നിന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യമില്ലാതിരിക്കും. അതെനിക്കറിയാം. അല്ലാതെ നീ 4 കാലം വീഴത്തുള്ളൂ എനിക്കറിയാം. എന്നാ ഇതാ പൊട്ടിച്ചൊഴി. ഒഴിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താ? എന്നെ ഇത്ര നിർത്തി അപമാനിച്ചുകൊണ്ട് പറയുവാൻ. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നുള്ള മദ്യം വെച്ചിട്ട് കാനഡയിലെ വർത്താനം പറയാൻ നീ. പിന്നല്ലാതെ എന്നെ അപമാനിക്കുമല്ലോ. എനിക്ക് മണക്കാനുള്ള യോഗ്യത. പിന്നെ പൊട്ടിച്ചൊഴി. സത്യം പറയാം, നീ എന്നെ എന്തിനാ വിളിച്ചെന്നുള്ള കാര്യം അതി പറ. വിളിച്ചെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറ. നിനക്കറിയാല്ല, കട്ടപ്പനയിലുള്ള എന്റെ പാപ്പി, ആ പാപ്പിക്ക് പണ്ടേ ഉള്ള നിർബന്ധമാണ് എന്നെ സെമിനാരിയിൽ വിട്ട് അച്ഛനാക്കണമെന്ന്. ആരിക്കാണെങ്കിൽ താല്പര്യമേ ഇല്ല. നീ പള്ളിയിലെച്ചരാ? ആ പള്ളിയിൽ. ഏറ്റവും ദൈവമേ, നീ പള്ളിയിലെച്ചരാ? നല്ല ആളാണ് പള്ളിയിലെച്ചനാകാൻ പോണത്. ഇവനോട് രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ രഹസ്യം തന്നെ ഇവൻ എല്ലാരോടും പറഞ്ഞു കിടക്കും. ഈ അവരാണ് ഇനി അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ മൊത്തം രഹസ്യം കിട്ടിട്ട് നാട്ടിൽ മൊത്തം വിളിച്ചു പറയാൻ. അല്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ അച്ഛനാകാൻ താല്പര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഇപ്പൊ എന്താണ് സംഭവം? എന്താണ്? എനിക്ക് എലീന ഇല്ലാതെ പറ്റൂല. എലീന. എന്തോന്നറ എലീനെ? ഏത് എലീന? എടാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എലി. എലിയാ? എലീന, എലി. നിനക്ക് പ്രേമമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് അറ്റംപട്ടത്തിന് പോകാൻ താല്പര്യമില്ലാത്തത്. എന്തോ പറയാനാന്ന് പറ. ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ്? ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് നാക്കെ മുട്ടരുത്. അതാണോ പറഞ്ഞത്? ഇല്ലല്ല. ഇതിപ്പോ വേറെ എന്ത് ചെയ്യും? എന്റെ അവസ്ഥ വെച്ച് ഞാൻ പറഞ്ഞതില്ലേ. എടാ, അവസ്ഥ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം, ആ പ്രശ്നം നമ്മളിങ്ങനെ കയ്യിലെടുക്കണം. ആ പ്രശ്നം നമ്മൾ നൈസായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. മനസ്സിലായോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സാധനം ഇതിന് സാധനം എന്നാ അടിയാടാ നീ? ഞാൻ അടിച്ചു. പിന്നെ ഇവിടെ എവിടെ വലിച്ചു പോയത് മണത്ത് വയ്ക്കാതെ എടുത്തിട്ട് ഞാൻ അടിച്ചില്ല. നീ അടിച്ചു. നീ ഇതെന്തുവാടാ? എനിക്ക് കൂടെ വെച്ച് നീ എടുത്തടിച്ചാടാ? അടിച്ചല്ലേ? പിന്നെ ടെൻഷന്റെ അടുത്ത് മറന്നു കഴിഞ്ഞാൽ. ചമ്പക്കര തങ്കപ്പൻ എന്തെന്ന് പറഞ്ഞു? ചമ്പക്കര തങ്കം കേട്ടോ, പറഞ്ഞാൽ നേരത്തെ തെറ്റ് വരുവാണ്. അവന്റെ നാക്ക് ഉളുക്കുന്നുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സാധനം കേട്ടോ. എടാ, ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ നാട്ടിലുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒഴിച്ചാൽ മതി. അത്രയ്ക്കുള്ള വിലയുള്ളൂ. അത്രയ്ക്കുള്ള വിലയുള്ളൂ. കുറച്ച് ഒഴിച്ചാൽ മതി. നിന്റെ നാട്ടിലെ വില എന്ന് പറഞ്ഞാൽ പഴയ തറവാട്ടുകാരില്ലേ, കയറ്റി ഒഴി. ഒരുപാട് വിലയുണ്ട്. കയറ്റി ഒഴിച്ചു. മനസ്സിലായി? മതി മതി മതി. എടാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കയ്യിലാക്കേണ്ട ആരാണ്? പാപ്പി. നിന്റെ പാപ്പി. പാപ്പിയെ നമ്മൾ ആദ്യം കയ്യിലെടുക്കും. അതിനുശേഷം ഉള്ളം കയ്യിൽ നല്ലപോലെ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ പാപ്പിയോടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. അതല്ലെന്ന് ഇവിടെ വിഷയം. പാപ്പി അറിഞ്ഞ സമ്മതിക്കൂല. പാപ്പി നേർച്ച നേർന്നൊക്കെയല്ലേ എന്റെ കാര്യം. എടാ, എന്തോ നേർച്ച നേർന്ന എന്താണ് പ്രശ്നം? പാപ്പിയെ നമ്മൾ നേരിട്ട് ഞാൻ തന്നെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാട്ട് എടുക്കുന്നു. നേരെ എടുത്ത് ഒരൊറ്റ അടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഒറ്റ അടിക്ക് തീർക്കുന്നു. സാധനം എന്തോ അടിയാടാ നീ അടിക്കുന്നത്? ഞാൻ അടിച്ചില്ല. പിന്നെ നീ നല്ല അടി അടിച്ചോണ്ടിരിക്കുന്നത്. അടിച്ചില്ല. നീ ചമ്പക്കര തങ്കപ്പൻ എന്ന് പറഞ്ഞ ചമ്പക്കര തങ്കപ്പൻ. കണ്ടാ തെറ്റി അവന്റെ നാക്കും. ഇവിടെ ചെറുക്ക ഇമ്മാതിരി അടി അടിക്കരുത് കേട്ടോ. മനസ്സിലായ? ഞാൻ പറയട്ടെ, ഇപ്പൊ പാപ്പിയെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. പാപ്പിക്ക് വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടോ? പാപ്പിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വീക്ക്നെസ് ഒന്നുമില്ല. കാര്യം പുള്ളി കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ. പുള്ളിയുടെ ആകെയുള്ള വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കയ്യിലൊരു തോക്കുണ്ട്. അതാണ്. പുള്ളി തോക്കിനെ കാണുന്ന സ്വന്തം ഭാര്യ പോലെയല്ലേ? മനസ്സിലായില്ലേ? പുള്ളി തോക്കിനെ കാണുന്ന സ്വന്തം ഭാര്യയായിട്ട്, അതിലുള്ളിരുന്ന 2 ഉണ്ടയില്ലേ, അത് 2 മക്കളായിട്ടോ കാണുന്നത്. അയ്യോ. പിന്നെ എന്റെ ഒരു പേടി എന്തെന്നറിയാമോ? ഇന്നല്ലെങ്കിൽ നാളെ ഈ കാണുന്ന സ്വത്തുവകകളെല്ലാം കൂടെ പുള്ളി ആ ഉണ്ടേരെ പേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരടുത്ത് പോയി വാങ്ങിക്കും. എടാ, ഞാനെന്ന് വെച്ചിട്ട് നീ എന്തിനാണ് ഈ പാപ്പിയെ പേടിക്കുന്നത്? എന്റെ പാപ്പി ആയതുകൊണ്ട് പറയുന്നതല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു പാപ്പിക്ക്. അന്ന് ഒരു പുള്ളിത്തോർത്ത് കൊടുത്തോണ്ട് പുള്ളി നേരെ വന്ന് വെട്ടിപ്പിടിച്ചതാണ്
200 ഏക്കർ തെങ്ങും തോട്ടം. ഈ കാണുന്ന ഈ കാണുന്ന തെങ്ങും തോട്ടം. അത് കഴിഞ്ഞ് അതേ പുള്ളിത്തോർത്ത് കൊടുത്തോണ്ട് കണ്ടുപിടിച്ചതാണ് 400 ഏക്കർ റബ്ബറിന്റെ തോട്ടം. മൊത്തം 400 കോടിയുടെ വസ്തുവകകളുണ്ട് പുള്ളിക്ക്. അതെങ്ങനെ ഉണ്ടാക്കിയതാ? ആ പുള്ളിത്തോർത്ത് വെച്ച് ഉണ്ടാക്കിയതാ. 400 കോടി കയ്യിലുണ്ടായിരുന്നിട്ട് ആ പുള്ളി തോർത്ത് കൊടുത്തോട്ടാണ് നടക്കുന്നത്. 100 രൂപയുടെ ഒരു നിക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നാ പുള്ളിക്ക്. കാശിന്റെ ഇതും വെച്ചോണ്ട് പൂത്തിക്കൊണ്ട് കിടക്കുന്നത്. എന്തോ പറയാനാന്ന് പറഞ്ഞ ഞാൻ അടിച്ചില്ല. ഞാൻ അടിച്ചില്ല. ഒരു അടിയോടാ നീ അടിക്കുന്നത്. ഞാൻ അടിച്ച നീ ഇത് എത്രാമത്തെ പെഗ്ഗാണ് അടിക്കുന്നത്? നീ ചമ്പക്കര തങ്കപ്പൻ എന്ന് പറഞ്ഞേ കിട്ടത്തില്ലടാ. നീ ഫിറ്റാണ്, നിനക്കത് പറഞ്ഞാൽ കിട്ടത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നത്, അപ്പൊ നിന്നെ പള്ളിയിലച്ഛനാക്കാനായിട്ട് പാപ്പി ശ്രമിക്കുന്നു അല്ലേ? നിനക്ക് കല്യാണം കഴിക്കണം. അപ്പൊ നിനക്ക് പള്ളിയിലച്ഛനാകണം. എന്തായാലും പുള്ളിക്കാരൻ ഇവിടെ വരാതിരുത്ത് നമുക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അത് നീ മേടിക്കട്ടെ. ഇതിലേതൊരു തേങ്ങ? എന്റെ മാസ് നശിപ്പിച്ചവന് ഏത് തേങ്ങയായാലും വെടിവെച്ച് പൊട്ടിക്കും. മാനം, അഭിമാനം, സ്വാഗ്, മാസ് ഒന്നിപ്പോ തന്നെ മൊത്തം കളഞ്ഞത്. ഓ നീ ആ കൊച്ചുതോമയുടെ പോലല്ലേ? അതെ, ഞാൻ കൊച്ചു തോമയുടെ മോനാ. എന്റെ അപ്പനെ കൊണ്ടോടാ അവിടെ. പിന്നെ അപ്പം വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഞാനാ? ഞാൻ കുടിച്ചിട്ടില്ല. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. ഊതറ. നീ കൊച്ചുതോമയുടെ മോൻ തന്നെയാണോടാ? അതെന്നെ ഇവിടെ ഊത്തലാണ് നടന്നത്. DNA ടെസ്റ്റ് ആണ് നടത്തിയത്. ഞാൻ കൊച്ചുതോമയുടെ മോനാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് അതൊക്കെ എന്റെ ചറക്കൻ. ഞങ്ങളുടെ കുടുംബത്തിലെ ആകെയുള്ളൊരു ചെമ്മാച്ചനായി നിക്കണേ എന്റെ കുട്ടൻ. വാ ഒന്ന് ഊതിക്ക്. ഊതറ. ഹായ്. കണ്ടോ, ഇവൻ കഴിച്ചിട്ടില്ല. നീ ഊതിയപ്പോ മണം അടിച്ചു, ഞാൻ ഊതിയപ്പോ മണം അടിച്ചില്ല. ഞാൻ അടിച്ചിട്ടില്ലെന്നാണല്ലോ പറയണത്. എടാ നീ ഫിറ്റാടാ. ഞാൻ ഫിറ്റാ. വിയർക്കുന്നുണ്ടല്ലേ, തലേ മൊത്തം വിയർപ്പ്. നാക്ക് കുഴയുന്നുണ്ടല്ലോ ഇതിന്റെ. ഫിറ്റ്. ഞാൻ കാലാടുന്നുണ്ടല്ലോ. ആടുന്നുണ്ട്. ചമ്പക്കര തങ്കപ്പൻ എന്ന് പറഞ്ഞു. നീ ഫിറ്റാടാ. നീ ഫിറ്റാണ്. നീ അത് മനസ്സിലാക്ക്. നീ ഫിറ്റാണ്. നീ ഫിറ്റാണ്. അല്ലേ പള്ളിയിലച്ഛനാകാൻ പോവാ. ഈ ഞായറാഴ്ച പോവാ. സെമിനാരി നാള് വരും. മര്യാദക്ക് കിടക്കാൻ പെട്ടിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിന്നോളാം. അപ്പാപ്പി പറഞ്ഞറിയാലോ. പിന്നെ അതിന് അപ്പീലില്ല. ഞങ്ങളുടെ കുടുംബത്തിലേക്കുള്ള ആകെ ഒരു അച്ഛനാണ് ഇവൻ. ഇവൻ അച്ഛനാക്കിയിരിക്കും. പരിഹാരം ഉണ്ടാക്കിത്താ. അതായത് ഞാൻ പറയുന്നുണ്ടെന്നും തോന്നരുത്. നീ പറ. ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. അല്ലെന്ന് അവൻ ഇഷ്ടമാണെന്നല്ല, പിന്നെ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന്. ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന്. ആരെ ഇഷ്ടമെന്ന് പറ. പാപ്പീന. അതെന്നെ ഇങ്ങനെ. എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. ഒരു താല്പര്യമില്ലാത്തവർക്കാണ് ഈ പെണ്ണുങ്ങള്. എനിക്ക് കലിയാണ്, വെറുപ്പാണ്. അല്ല ഞാനൊന്ന് ചോദിച്ചിട്ട് ഈ പെണ്ണുങ്ങളോട് ഇത്ര വെറുപ്പ് പോകുന്നുള്ള കാരണം എന്താണ്? ഇവനൊന്നും അറിയാൻ പാടില്ല. ഇവനൊന്ന് കുഞ്ഞാ. എന്റെ കല്യാണം നിശ്ചയിച്ച് കല്യാണത്തിന്റെ അന്ന് മിന്നുകെട്ട് കഴിഞ്ഞ് ഞാനും പെണ്ണുങ്ങളുടെ കൂടെ കാറിപ്പോവാ. ഞാൻ ഇവിടെ ഇരിക്കണു, എൻ്റെ അടുത്ത് തോക്കിരിക്കണു, തൊട്ടുപുറത്ത് പെണ്ണിരിക്കണു. ഇവിടെ എൻ്റെ അടുത്ത് ഒരൊറ്റ ചോദ്യം. ഞാൻ നിങ്ങളെയാണ് കെട്ടിയത്, അല്ലാണ്ട് തോക്കിനെ അല്ലെന്ന്. സഹിക്കോ? എന്തു പറഞ്ഞാലും ഇത് ചോദിക്കല്ല. ഒരൊറ്റ ചവിട്ട ഡോറും പൊളിച്ച് നേരെ റോട്ടില് കെട്ടിക്കൊണ്ടുവന്ന് പെണ്ണ. പിന്നെ പാപ്പി പെണ്ണ് കൈരളിയായിരുന്നു. അന്ന് ഞാൻ എടുത്ത ശപഥാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ എന്റെ തോക്കിനെ സ്നേഹിക്കുന്ന പെണ്ണിനെ മാത്രമാണ് ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അറിയാമോ? തോക്കിനെ സ്നേഹിക്കുന്നേ. എന്റെ തോക്കിനെ സ്നേഹിക്കുന്ന പെണ്ണാവണം എനിക്ക്. അല്ല തോക്കിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ പിന്നെ കുടുംബത്തിൽ ആർക്കും വേണമെങ്കിലും കല്യാണം കഴിക്കാം. തോക്കിനെ സ്നേഹിക്കുന്ന പെണ്ണാദ്യം വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തോക്കിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്. പെണ്ണെവിടെയുണ്ട്? പെണ്ണെവിടെയുണ്ട് പറ. പെണ്ണ് ആലുവയിലാണ്, ഇപ്പൊ ചെന്നൈയിലാണ് താമസിക്കുന്നത്. എനിക്ക് തോക്കിനോട് കൂടെ ചോദിക്കണം. അപ്പൊ പെണ്ണിന് താല്പര്യമുണ്ടോ? അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പൊ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട, ഞാൻ പോണേ. ഇന്ന് ഞാൻ വരാം. ഇപ്പൊ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല, എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ആലുവയിൽ എവിടെയായിട്ട് വരും?
ആലുവയിൽ ആ പുഴയുടെ അടുത്തൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. ഫോട്ടോ കിട്ടാൻ വഴിയുണ്ടോ? ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഈ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നേരെ നോക്കണം. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എടാ, തോക്കിന് ഇഷ്ടപ്പെട്ടത് പെണ്ണിനെ. തോക്കിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഓക്കെയാണ്? അതല്ലേ പറഞ്ഞേ. അപ്പൊ പ്രേമം ഓക്കെയാണ്. പ്രേമം ഓക്കെയാണ്. ഇനി ഈ കുടുംബത്തിൽ നിന്ന് ആര് കല്യാണം കഴിച്ചാലും ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഉറപ്പല്ലേ? എനിക്ക് ചെന്നൈ വരെ ഒന്ന് പോണം. മെയിലിന് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യും. അത് ഞാൻ ബുക്ക് ചെയ്ത് തരാം. ഓക്കെയാണ്. ഉറപ്പാണല്ലോ? കല്യാണത്തിന് ഇവിടെ വേറെ ആള് കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവന് ഒരു പെങ്കൊച്ചിന് ഇഷ്ടമാണ്. അവനൊരു പെങ്കൊച്ചിന് ഇഷ്ടമാണ്. അവന് ഒരു പെങ്കൊച്ചിന് ഇഷ്ടമാണ്. ഫോട്ടോ കിട്ടും. അവൻ കിട്ടും. കെട്ടണം. അവനെ ഇനി പള്ളിയിലാക്കുന്നില്ലല്ലോ. ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പ്. സെറ്റാണല്ലോ. ചെന്നൈ പരിഹാരം കുഞ്ഞുമോൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. മല പോലെ വന്നതാണ്, എലി പോയത് പോലെ കണ്ടാ. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കും, അങ്ങേരെ നീ ഏത് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്ത്? എടാ, സത്യം പറഞ്ഞാൽ തോക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനാണെന്നല്ലേ പറഞ്ഞത്. അയാൾ പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോ കിട്ടിയത് വാണി വിശ്വനാഥിന്റെ ഫോട്ടോയാണ്. അവര് തോക്കും പിടിച്ചോണ്ട് നിൽക്കുന്നു. അത് ഞാൻ കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ചെന്നൈയിലേക്ക് പോണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നിന്റെ കാര്യം ഓക്കെ ആയില്ലേ? അല്ല, ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്തോ ചെയ്യാനാ? പുള്ളി അങ്ങ് ചെന്ന് കയറി കൊടുക്കട്ടെ. അവിടെ കടാകടിയായിട്ടൊരാൾ നിപ്പോണ്ട്, ബാബുരാജ്. ആ കയ്യിലേക്ക് തീർന്നോളൂ. അയ്യോ, ആ തെങ്ങുംതോപ്പ് മൊത്തത്തിൽ ഈ ഒരു ആംബിയൻസ് ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. ഉദ്ദേശിക്കുന്നത് അത് ഞാൻ നിങ്ങളോട് ചോദിക്കാം, സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ തിരിച്ചോട്ടം തന്നെ പറഞ്ഞു. ഒരു സ്കിറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരോട് പറയണേ ആ തെങ്ങുംതോപ്പൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. അല്ല, സ്കിറ്റിനെ പറ്റി പറയണ്ടേ നിങ്ങളല്ലേ, ഞാനല്ലല്ലോ പറയണ്ടേ. അപ്പൊ ടിൻചേട്ടൻ തന്നെ തുടങ്ങും. ടിൻചേട്ടൻ അത് മീനാക്ഷി കലക്കി. അത് കലക്കി. കാര്യം പുള്ളി ഹൈഡാന്ന് പറയുമ്പോൾ ഞാൻ രക്ഷോട്ടം നിർത്തിയിരിക്കും. എന്താ, എനിക്ക് കൊച്ചു പ്രദീപിനെ കാണുമ്പോൾ പേടിയാണ് എപ്പോഴും. റിട്ടയറായി വന്ന മിലിറ്ററി ഓഫീസർ നിൽക്കണ പോലെ നിൽക്കുക. ഇത് ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയതിൻ്റെ ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് സ്കിറ്റിൽ വന്നത്. കാരണം ചെമ്മാച്ചനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഭവം ഇല്ല. ഇനി അവനെ കല്യാണം കഴിപ്പിക്കാൻ പോകണമെന്ന് പറയുന്നു. നിങ്ങളുടെ മുഖത്ത് തന്നെ ഈ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ റിയാക്ഷൻ ഉണ്ട്. കാരണം ഇടയ്ക്കാണെങ്കിൽ ആളിക്കത്തും, ഇടയ്ക്ക് ഭയങ്കര ഡിമ്മായി പോകുന്നു. അപ്പം അത് നമുക്ക് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നില്ലെങ്കിൽ തന്നെ നമ്മളാണ് നിരാശ. നിങ്ങളേലും ഡൗൺ ആവണ നമ്മളാണ്. അപ്പോൾ ആ ഒരു നിരാശ എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തു. എന്നിട്ട് ഇല്ലയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവസാനം വരെ എത്തുമ്പോഴും അതിൻ്റെ ഒരു കാമ്പുള്ള സംഭവം കിട്ടിയില്ല. കാരണം തമാശ നിസ്സാര സംഭവമല്ല, അതിന് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ 100% ഹാപ്പി അല്ല. തെങ്ങിൻതോപ്പ് നന്നായിരുന്നു. താങ്ക് യു ടിൻചേട്ടാ. പ്രചോദേട്ടാ, മീനാക്ഷി പറഞ്ഞ പോലെ തെങ്ങുംതോപ്പ് അടിപൊളിയായിരുന്നു. അല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. സത്യം പറഞ്ഞാൽ വിസ്താരയിൽ അത് കണ്ടു. നിങ്ങൾ ആ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പിയൊക്കെ എടുത്തു വെച്ച് വർത്താനം പറഞ്ഞു. അതെ, അതൊന്ന് ചിരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു ഇപ്പം നിങ്ങളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടിട്ട് കൗണ്ടറുകൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ എല്ലാം കുമ്പാരി മറ്റേ സാധനം ഇതൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയോ ഒരു സ്കിറ്റിൽ കുമ്പാരിയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു സാധനം നമ്മൾ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട്, ഈ ഫ്ലോറിൽ തന്നെ. അതായത് ഒഴിച്ചു വെച്ചിട്ട് മാറ്റർ പറയുമ്പം അല്ലേ നസീർക്ക, അങ്ങനെ ഒരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും പിന്നെ ഹ്യൂമർ കൊണ്ടുവരികയും, പക്ഷേ ഹ്യൂമർ അവിടെ ഒന്നും വർക്കായില്ല എന്നുള്ളതാണ്. അപ്പോൾ ശ്രീജി പറയുന്ന പോലെ അച്ഛനാകണമെന്നൊരു മാറ്റർ പറയുന്നു. പിന്നെ പ്രദീപൻ എൻട്രിയാണ്. അവിടെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു. ഹ്യൂമർ, ചെറിയൊരു ഹ്യൂമർ കേട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് പിടിക്കുന്നത്. ചെറിയ എഴുന്നേറ്റൊക്കെ ഒന്ന് ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് പോലും ഒരു ചിരി പോലും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിനെ പൊളിക്കണം. ഇതിങ്ങനെ അങ്ങ് പോട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. നസീർക്ക, ടിനി പറഞ്ഞ പോലെ എന്താണെന്നുള്ളത് ശ്രീജുവിൻ്റെ മുഖത്തും ആർട്ടിസ്റ്റിൻ്റെ മുഖത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വർണ്ണിക്കേണ്ടത്. ഇതിൻ്റെ തുടക്കം നന്നായിരുന്നു കേട്ടോ. തുടക്കത്തെ ആംബിയൻസൊക്കെ നല്ല ഒരു രസമായിരുന്നു. ആ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഇത് വീട്ടിൽ പോലും കൊണ്ടുപോകാതെ ആ ഒരു ഏരിയയൊക്കെ നല്ലതായിരുന്നു. പറഞ്ഞു വെച്ച കാര്യം നല്ലതായിരുന്നു. എന്നെ അച്ഛനാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അതൊക്കെ അവിടം വരെയൊക്കെ ഒക്കെ ആയിരുന്നു. പക്ഷേ പ്രദീപൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പ്രദീപൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കളം മാറുമെന്നൊക്കെ ഒരു തോന്നലുണ്ടായിപ്പോയി. പക്ഷെ ആ തോന്നലൊക്കെ അസ്ഥാനത്തായിപ്പോയി. നമുക്ക് അവിടെ ഒന്നും പ്രതീക്ഷിക്കാൻ കിട്ടിയില്ല. തമാശയുടെ കുറവ് അത്രയേ ഉള്ളൂ. ഒരു ആക്ടിങ്ങിനൊന്നും യാതൊരു പ്രോബ്ലങ്ങളും ഉണ്ടായിട്ടില്ല. തമാശ തീരെ കുറവായിരുന്നു. അതാണ് സംഭവിച്ചത്. ഓക്കെ, ഒരുപാട് നിർത്തി നിങ്ങളെ ഇതാക്കുന്നില്ല. അതുകൊണ്ട് അല്ല, ഇതൊക്കെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലെ തേങ്ങയും തെങ്ങുമാണ്. അതിന് കേടുപിടിക്കുമ്പോൾ നമ്മൾക്കാണ് ബാധിക്കുന്നത്, നമ്മുടെ കുടുംബത്തിനാണ് ബാധിക്കുന്നത്, നമ്മുടെ മൊത്തത്തിൽ ഇപ്പം ഷോനെ ബാധിക്കും. ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി മേലിൽ ഇങ്ങനെ തെങ്ങും തോപ്പ് പിടിക്കരുത്.
എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. മാർക്ക് ചോദിക്കാം. മറ്റേ സാധനമൊക്കെ പറഞ്ഞ രസമായിരുന്നു. ഇറ്റലിയിൽ നിന്നുകൊണ്ട് സാധനം ഇവിടെ നോക്കിയാൽ അപ്പുറത്തുള്ള ആളെ കാണാം, നീയൊക്കെ അടിക്കുന്ന സാധനം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു സാധനങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചപ്പോൾ അവിടെ തൊട്ടൊന്ന് കൊളുത്തുമെന്ന് വെച്ചു. പക്ഷേ പോട്ടെ, സാരമില്ല, നമുക്ക് അടുത്ത വിളിക്കാം. LED സ്ക്രീനിൽ തെങ്ങും തോപ്പിട്ടിരുന്നെങ്കിൽ ഒരു മുൻവിധി വരും. ഇത് പോയി. ഞങ്ങളില് തേങ്ങ അരച്ച കൂട്ടാൻ പോലും കൂട്ടില്ല. പോരെ, തേങ്ങ അരച്ച കൂട്ടാൻ പോലും കൂട്ടില്ല. തേങ്ങ എടുത്തിട്ട് കൂട്ടാൻ പോലും കൂട്ടുകയല്ലോ. അല്ല, നമ്മളെ പറമ്പിലുള്ള തെങ്ങുകൾക്ക് അങ്ങനെ യാതൊരു കേടുപാടും സംഭവിക്കില്ല. നമുക്ക് കുറച്ച് വളവും ഇട്ട് കൊടുക്കാം. മാർക്സ് അറിയാം അല്ലേ? ഓക്കെ, ആരാ തുടങ്ങുക? നസീർക്ക. ഞാനൊരു 4000 രൂപ കൊടുക്കണം. 4000. ഓക്കെ, ഞാനൊരു 5000 രൂപ. ഓക്കെ, 9000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ടിനിച്ചേട്ടനാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടിനിച്ചേട്ടാ, എനിക്ക് പ്രദീപിനെ കാണുമ്പോ പേടിയാണ്. 15,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ചേട്ടന്മാരെ കുഴപ്പമില്ല, അടുത്ത തവണ കുറെ അധികം കോമഡീസുമായിട്ട് പൂർവാധികം പഞ്ചോട് കൂടിയിട്ട് നമുക്ക് കണ്ട് പഞ്ചടിക്കണം കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ വീണ്ടും നമ്മുടെ നാട്ടിലെ കോമഡിക്കാർക്ക് പെർഫോം ചെയ്യാനുള്ള സമയമാണ്. ഈ പുതിയ പുതിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ആ എക്സൈറ്റ്മെന്റ് ഒട്ടും കുറയ്ക്കാതെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ന്യൂ മെമ്പേഴ്സ് ആയിട്ടുള്ള ഏഞ്ചല, പ്രിയ ആൻഡ് റോബിൻ. ഇത് ഐറ്റം വേറെ. എടാ സുഖുവേ, എടാ കുറച്ച് ദിവസത്തേക്ക് വണ്ടി ഓടിക്കാൻ ഞാൻ കാണത്തില്ലേ. ഞാൻ ആനപ്പാപ്പാനായിട്ടൊരു വീട്ടിൽ പോവാ. ഞാൻ തിരിച്ചു വരുന്നവരെ എൻ്റെ ലോറി നീ നോക്കിക്കോണം. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ മാസം നിന്റെ വണ്ടി തന്ന പോലെ ആവരുത്. തിരിച്ചു വരുന്നവരെ അതുപോലെ എൻ്റെ തന്നേ അളിയാ, കേട്ടല്ലോ? ആ ശരി. ഓ, സ്നേഹിച്ച പെണ്ണെ സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ വേഷം കെട്ടണം. ചേച്ചി ഇത് കേൾക്കണം. ഞാനും ഈ വീട്ടിലെ ശാരിയും തമ്മിൽ ഇഷ്ടത്തില്ല. പക്ഷെ അവിടെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ലോറിക്കാർക്ക് കെട്ടിച്ചു കൊടുക്കത്തില്ല. അതിനൊരു കാരണമുണ്ട്. അവിടെ അമ്മയാണെന്നുണ്ടെങ്കിൽ മുടിഞ്ഞൊരു ആനപ്രാന്തിയാ. ആന ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അവരെ മോളെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ എന്നുള്ള വാശിയില്ല. ഞാൻ അവരെ ആനയെ നോക്കാൻ വേണ്ടിയിട്ട് ആനപ്പാപ്പാനായിട്ട് നൈസായിട്ട് ഞാനിഞ്ഞ് വന്നേക്കുക. ഞാനിമ്മേ കളിയാണ്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേക്കണം. ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ. ഓ, എവിടെ പോയി കിടക്കുന്നു? ഇനിയിപ്പം വാഴയിലെ ഹാഷിറിനെ തന്നെ പിടിക്കാം. ഹരിയേട്ടാ കേറി ഇങ്ങോട്ട് വന്നില്ല. അതിന് മുന്നേ അരി ആട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹരിയേട്ടാനൊന്നും അല്ല പറഞ്ഞേ, ഹരിയേട്ടാന്നല്ലേ പറഞ്ഞേ. അതായിരുന്നു. ആ അല്ല, ഇന്നലെ വരാന്നല്ലേ പറഞ്ഞേ. ഇന്നലെ ഞാൻ ജയാട്ട് പോയേക്കില്ലായിരുന്നോടി. തിരിച്ചു വന്നപ്പം സുരേഖ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ നിങ്ങൾ എന്നെ പറ്റിക്കുമല്ലേ? ആരേ ജയ, ആരേ സുരേഖ? എടി, ഞാൻ ഇന്നലെ ലോഡും കൊണ്ട് പോയ കാര്യമാ പറഞ്ഞേ. അങ്ങോട്ട് പോയപ്പം ജയ അരി ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പം സുരേഖ ആയിരിക്കും. ഓ, അപ്പൊ അത് അരിയായിരുന്നോ? എന്നാ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് മിണ്ടത്തില്ല. എന്തോ പറ്റിയടി? കഴിഞ്ഞ ദിവസം വീഡിയോ കോൾ വിളിച്ച് ഒരു ഉമ്മ വരാൻ പറഞ്ഞിട്ട് തന്നില്ലല്ലോ. എടി, അതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഇല്ലോടി. ഞാനാണെന്നുണ്ടെങ്കിൽ ചുരമൊക്കെ ഇങ്ങനെ കേറി അങ്ങ് ചെന്നപ്പോഴാ ഉമ്മയും ചോദിച്ചോണ്ട് നിന്റെ വീഡിയോ കോള്. ഒരു ഉമ്മ തരാന്ന് വിചാരിച്ചപ്പം വണ്ടി എന്റെ കയ്യിൽ നിന്ന് അങ്ങ് പാളി. നേരെ ചെന്നിട്ട് ഒരു മരത്തിനിട്ട് ഉമ്മ വെക്കേണ്ടതായിരുന്നു. ആദ്യത്തിനാ രക്ഷപ്പെട്ടത്. അതൊക്കെ പോട്ടെ, നിന്റെ ആനയമ്മ എവിടെ? ആനയമ്മ അല്ല, ആനയമ്മ ഒരു വള്ളിയുടെ ഉണ്ട്. അത് ശരിയാ, അല്ലേലും അവരെ പോലെ വള്ളി പിടിച്ചൊരു തള്ള വേറെ ഇല്ല. അവർക്ക് ഭ്രാന്ത് വല്ലതും ഉണ്ടോടി? ആന ഇഷ്ടമുള്ളവർക്ക് മാത്രമേ നിന്നെ കെട്ടിച്ചു കൊടുക്കൂ എന്നുള്ള വാശിയില്ല അവര്. അതെ, ആനയെ പറ്റി ABCD അറിയാത്ത നമ്മുടെ കള്ളത്തരം വല്ല അവര് പൊളിക്കോടി. ഇല്ല ഏട്ടാ, ദേ ഈ തോർത്തെടുത്ത് അങ്ങ് കെട്ടിക്കേ. ദേ എന്നിട്ട് ഈ തോട്ടിയും പിടിച്ച് അങ്ങ് നിന്നാ മതി. അമ്മേ നമുക്ക് അങ്ങ് വീഴ്ത്താന്നേ. എടി, ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആനപ്പപ്പന്റെ ലുക്ക് ഇല്ലടി. ആനപ്പാപ്പൻ അല്ല, ആനപ്പാപ്പൻ. അതേലും ഒന്ന് കറക്റ്റായി പറയട്ടോ. എടി ശാരി, എടി എനിക്ക് ഈ തോട്ടി ഒന്ന് വളച്ചു തരാവോടി? എന്തിന്? വളച്ചു തന്നായിരുന്നെങ്കിൽ പിടിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നടി. വളയം പിടിച്ചല്ലോടി ശീലം എനിക്ക്. ചേട്ടാ, എന്റെ അമ്മ എടുത്ത് വളയത്തിന്റെ കാര്യം പറഞ്ഞ് എന്നേക്കല്ലേ. അമ്മേ വളയത്തെ എടുത്ത് അങ്ങ് ചാടിക്കും. എന്റെ അച്ഛന്റെ അവസ്ഥ അറിയാലോ. അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയിടി. നിന്റെ അച്ഛൻ ഗൾഫിലല്ലോടി, എന്താ വരാത്തെ? അച്ഛൻ വന്നിട്ട് ഒരുപാട് നാളായെന്നേ. എല്ലാരും പറയുന്ന അച്ഛൻ അവിടെ യുദ്ധം കാരണാ വരാത്തേന്ന്. പക്ഷെ അതൊന്നും അല്ല. പിന്നെ ഇവിടെ വന്നാലേ ആനയുടെ കാര്യം പറഞ്ഞ അമ്മയായിട്ട് അങ്ങ് യുദ്ധം തുടങ്ങും. അതുകൊണ്ടാ അച്ഛൻ വരാത്തെ. പിന്നെ അച്ഛൻ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴും വഴക്കല്ലേ. പിന്നെ അച്ഛൻ അയക്കുന്ന റിയാല് മൊത്തം ആനയുടെ വയറ്റിലോട്ടാ പോകുന്നേ. ആ, സാധാരണ പനമ്പട്ടയ പോലെയൊക്കെ തിന്നുന്ന ആനയെ കണ്ടിട്ടുണ്ടോ? റിയാല് തിന്നുന്ന ആനയെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. അതല്ല ചേട്ടാ, അമ്മയാണെങ്കിൽ ആ പൈസക്കുള്ള ഫുഡ് മൊത്തം ആനക്കല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നേ. പിന്നെ അതിൽ നിന്നും കിട്ടുന്ന പുട്ടും പൊടിയും തിന്നാ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. പുട്ടും പൊടിയൊക്കെ എന്തിനാടി വാരി തിന്നാൻ പോന്നെ? അത് വേവിച്ച് കഴിച്ചൂടെ? ഓ, അതല്ല ചേട്ടാ,
ഇങ്ങനൊരു കിഴങ്ങൻ. ആ പുട്ടിന്റെ കൂടെ കിഴങ്ങേറി നല്ലതാ. ആ അതെ അതെ നല്ലതാ. പിന്നെ അമ്മ ഇപ്പൊ വരുമായിരിക്കും. അപ്പം ആനെ ചട്ടം പഠിപ്പിക്കാൻ അറിയാമെന്ന് ചോദിക്കും. എന്നാ പറയും? എടി എനിക്ക് ആനപ്പണിയൊന്നും അറിയത്തില്ല, നീ എന്താണെന്നൊന്ന് പറഞ്ഞാ. അതൊക്കെ സിമ്പിൾ അല്ലേ, എനിക്കറിയാന്ന് ഞാൻ പറയാം. ആന തടിയെടുക്കും, തിടമ്പെടുക്കും. എടി ആന ചെയ്യുന്ന പണിയുടെ കാര്യമല്ല ചോദിച്ചത്, പിന്നെ ആനപ്പണി എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞതാ. ഓ അത് ആദ്യം തന്നെ ആനെ കുളിപ്പിക്കണം. ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ ആനയെ കുളിപ്പിക്കണം, ആ. ആനയെ പല്ല് തേപ്പിക്കണം, ആനയ്ക്ക് പൊട്ട് കൊത്തി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വാടി കൊണ്ടുവിട്. ദേ എന്റെ അമ്മയുടെ ഈ ആന മണ്ടത്തരം പറഞ്ഞ് എന്നേക്കല്ല. അമ്മയുടെ സ്വഭാവം അറിയാലോ. ഇപ്പൊ തന്നെ 3 ആനപ്പാപ്പന്മാരെയാ പറഞ്ഞു വിട്ടേക്കുന്നെ. അതുകൊണ്ട് സൂക്ഷം കണ്ടൊക്കെ നിക്കണേ. എടി എനിക്ക് നിന്നെ എത്രക്ക് ഇഷ്ടമായോണ്ടില്ലടി ഞാൻ ഈ വേഷമൊക്കെ കെട്ടുന്നേ. എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. ആണോ? എല്ലാം എല്ലാമല്ലേ എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദനത്തൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. മോളെ ആരാ അവിടെ? അയ്യോ അമ്മ ഒന്ന്, ഞാൻ പോയിട്ട് ഇപ്പൊ വരാവേ. ഇങ്ങോട്ട് വാട്ടാ. ആരാ ഇത്? ആരാ ഇത്? അമ്മേ പുതിയ പാപ്പാനാ, മെടുക്കനാ. ആ അതൊക്കെ എനിക്കറിയാം. ആ എന്താ പേര്? അരി. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഹെവി ആയിട്ട് ഇപ്പം 10 വർഷം. Heavy ആയിട്ടോ? അല്ല, ഒന്നാം പാപ്പാന്റെ പണി ഹെവി ആണല്ലോ. ആ. അപ്പൊ ആ ഹെവി ആയിട്ടുള്ള ജോലി ഏറ്റെടുത്തിട്ട് 10 വർഷമായി. ആഹാ. ആനപ്പാപ്പാനാവുമ്പം ആനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ. പിന്നെ അറിയാതിരിക്കുവോ? ആ. എത്ര തരത്തിലുള്ള ആനയുണ്ട്? നാട്ടാന, കാട്ടാന, കൂട്ടാന. കൂട്ടാനോ? കൂട്ടമായിട്ട് വരുന്ന ആനകളെ ഞങ്ങൾ പാപ്പാന്മാർ പറയുന്നതാണ് കൂട്ടാന. ആഹാ. പിന്നെ അത് മാത്രമല്ല, വേറെയും ഒരുതരം ആനയുണ്ട്. എന്ത്? ഫ്രീക്കൻ ആന. ഫ്രീക്കൻ ആനയോ? അത് കേട്ടിട്ടില്ലേ? ഇല്ല. ആഫ്രിക്കൻ ആന. അത് ആഫ്രിക്കൻ ആനയല്ലേ? ആ അങ്ങനെയും പറയാം. ആ പിന്നെ ആനയ്ക്ക് എപ്പോഴാ മതം ഇളകുന്നത്? ആനക്കല്ലല്ലോ മതം ഇളകുന്നേ, മനുഷ്യന്മാർക്കല്ലയോ. മനുഷ്യനോ? ആ മതങ്ങളുടെ പേരും പറഞ്ഞ് ഇവനൊക്കെ തമ്മിത്തല്ലല്ലയോ ഇപ്പൊ പരിപാടി. നീ ശരിക്കും ആനപ്പാപ്പനാണോ? അല്ല. അല്ലേ? കാര്യം എന്തെന്നറിയോ, ഞാനല്ലായിരുന്നു, എന്റെ മുത്തച്ഛനായിരുന്നു ആനപ്പാപ്പാൻ. മുത്തച്ഛനാണെന്നുണ്ടെങ്കിലേ എടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടി കയറ്റി കളിക്കുന്നയാളായിരുന്നു. അപ്പൊ നിന്റെ മുത്തച്ഛൻ മോഹൻലാൽ വല്ലതും ആണോ? അയ്യോ അതൊന്നും അല്ല പറഞ്ഞത്, എന്റെ മുത്തച്ഛൻ അങ്ങ് ആനക്കാട്ടിലുള്ളതായിരുന്നു. അപ്പൊ നിന്റെ മുത്തച്ഛൻ ആനക്കാട്ടിരിപ്പച്ചൻ? അയ്യോ അതൊന്നും അല്ല പറഞ്ഞത്, മതമിളകി നിൽക്കുന്ന കൊമ്പനെ ചൂണ്ടുമർമ്മത്തിൽ നിർത്തുന്നയാളായിരുന്നു എന്റെ മുത്തച്ഛൻ. പക്ഷെ ഇപ്പം ജീവനോടില്ല. അയ്യോ എന്ത് പറ്റി? ഇന്നാളൊരു ദിവസം ആണെങ്കിലേ എന്റെ മുത്തച്ഛനാണെങ്കിൽ മതമിളകി നിൽക്കുന്ന കൊമ്പനെ ചൂണ്ടുമർമ്മത്തിൽ നിർത്തിയതാ. ആനയാണെന്നുണ്ടെങ്കിൽ തുമ്പിക്കൈ എടുത്തിട്ട് മുത്തച്ഛനെ വാരി എടുത്ത് ഒരൊറ്റ അടി. അയ്യോ അപ്പം ചൂണ്ടുവെള്ളം അറിയാവുന്ന മുത്തച്ഛന്? ചൂണ്ടുമർമ്മൊക്കെ മുത്തച്ഛൻ അറിയായിരുന്നു, പക്ഷെ ആനയ്ക്ക് ചൂണ്ടുമർമ്മം അറിയത്തില്ലായിരുന്നു. മോളെ ശാരി, പിന്നെ എന്റെ മോളായും കൊണ്ട് പറയുമല്ല, നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണ. പിന്നെ ആണുങ്ങളുടെ മുഖത്തവള് നോക്കത്തില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എങ്ങനെ അറിയാം? ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടാൻ വലിയ പാടാ. അതെ അതെ അതെ. എന്റെ ഭാഗ്യം. നിന്റെ ഭാഗ്യമോ? അല്ല അമ്മയുടെ ഭാഗ്യം. പിന്നെ ദേണ്ട ഇതാണ് എന്റെ മോള്. ഇവിടെ കല്യാണത്തിന് നെറ്റിപ്പട്ടും കെട്ടി അടുത്തു തന്നെ നിൽക്കണം. ഞാനോ? നീയാണോ ആന? ഞാൻ കൂടെ തന്നെ കാണാം. പിന്നെ നിന്റെ കഴിവിനനുസരിച്ച് മെരുക്കി എടുക്കണം. അതൊക്കെ പണ്ടേ മെരുക്കി എടുത്തതാ. പണ്ടോ? നീ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്? നീ ഇപ്പോഴല്ലേ ആനെ കണ്ടത്? ഉത്സവപ്പറമ്പി വെച്ച് എന്തോരം തവണയാ കണ്ടേക്കുന്നേ. അല്ലേ ശാരി? അല്ലേ ശാരിയോ? അല്ല അല്ല അതല്ലേ ശരി എന്ന് പറഞ്ഞതാ. അയ്യോ എന്നോ ഒരു പ്രൗഢിയാ. ഷോറൂമിൽ നിറക്കിയ പുത്തൻ ബെൻസിലോറി പോലെ ഉണ്ട്. ഇതിന്റെ മൈലേജ് എത്ര? മൈലേജോ? ബെൻസിലോറിയോ? അമ്മേ ഈ മൈലേജ് എന്ന് പറഞ്ഞാലേ ഈ നമ്മുടെ ആനയുടെ ഏജ് വയസ്സേ. ആനയുടെ വയസ്സാ ചോദിച്ചത്. അത് പിന്നെ വയസ്സ് ഒരുപാടായി ആനിയമ്മയ്ക്ക്. ഒരുപാട് ഊടായ്പകളെ കണ്ടു കൈകാര്യം ചെയ്തു വാ. സത്യം പറ, ഇവനാരാ? ആനച്ചേട്ടൻ. ആനച്ചേട്ടനോ? അല്ല ആനപ്പാപ്പൻ. സത്യം പറയടി, ഇവനാരാ? അമ്മ ഞാൻ സത്യം പറയാം, ഇവനാരാന്ന് എനിക്ക് അറിയത്തില്ല. നിനക്കിപ്പോ എന്നെ അറിയത്തില്ലല്ലേ? എന്നാ ഞാനൊരു സത്യം പറയാം. ഇവളെ ഞാൻ കുറെ വർഷമായിട്ട് നെഞ്ചിലിട്ടോണ്ട് നടക്കുവാ. നെഞ്ചിലിട്ടോണ്ട് നടക്കാൻ നിന്റെ ടീഷർട്ടാണോടാ? അതല്ല പറഞ്ഞത്, ഞാനും അവളും തമ്മിൽ പ്രേമമാ. എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നേ പറ്റത്തുള്ളൂ. അയ്യയുടെ പ്രേമം ഞാൻ കണ്ടല്ലോ, അതിനകത്ത് നിമ്പിപ്പോളി സൈബല്യം തന്നെ. അയ്യോ അതൊന്നും അല്ല പറഞ്ഞത്, ഞാനും അവളും തമ്മിൽ പ്രേമത്തിലാണ്. അവളെ എനിക്ക് ഇഷ്ടമാണ്. അവളെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവളെ ഇറങ്ങി വരുമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും. നിനക്ക് അങ്ങനെയാണ്, നീ ധൈര്യം ഒന്നോട്ട് വിളിച്ചു നോക്കടാ. ഞാൻ വിളിക്കുകയും ചെയ്യും, കൊണ്ടുപോവുകയും ചെയ്യും. നിനക്ക് അത്ര ധൈര്യമോ?
അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഈ ആനപ്പുറത്തൊന്ന് കേറി കാണിക്ക. എനിക്കങ്ങ് വയ്യ. അപ്പം നിനക്ക് പേടിയായല്ലേ? എനിക്ക് മനസ്സിലായി ഇവൻ ആനപ്പാപ്പാനായി വേഷം കെട്ടി വന്നതാണെന്ന്. നിന്നെ അവൻ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ചട്ടം പഠിച്ച് അവൻ എന്ന് ആനപ്പാപ്പാനായി ഇവിടെ വരുന്നോ അന്ന് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അപ്പൊ നിന്റെ അമ്മയ്ക്ക് വേണ്ടത് ഒരു മരുമോനല്ല, നല്ലൊരു ആനപ്പാപ്പാനെയാ. സത്യം. പ്രേക്ഷകരെ, ഇത് ഏഞ്ചൽ, പ്രിയ ആൻഡ് റോബിൻ നമ്മുടെ നാട്ടിലെ കോമഡിക്കാരിലൂടെ നമുക്ക് കിട്ടിയ പുതിയ ആർട്ടിസ്റ്റുകളാണ്. അവരുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് കഴിഞ്ഞത്. അപ്പോൾ ഒട്ടും നിർത്തി ഞാൻ വേർപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട്. നമുക്ക് നേരെ കാര്യക്കാരെടുത്ത് അഭിപ്രായം ചോദിക്കാം. നസീർക്ക. അങ്ങനെ തന്നെയാണ്, ഒട്ടും നിർത്തി വേർപ്പിക്കേണ്ട എന്നാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ വേദിയിൽ ഒന്ന് കയറുക എന്നുള്ളത് അല്ലേ? അതെ. ആഗ്രഹം സാധിച്ചില്ലേ? സാധിച്ചു. അല്ലേ, എവിടെയാ വീട് നിങ്ങളുടെയൊക്കെ? ഇവര് അമ്മയും മകളുമാണ്. ഓ ആണോ? അതെ അതെ. ഓ അത് ശരി. കോട്ടയത്ത് എവിടെയാ? അയർക്കുന്ന കൊങ്ങാണ്ടൂർ. ഇത് എന്റെ സ്ഥലം കൊട്ടാരക്കര ചെങ്ങമനാട് എന്ന് പറയും. ചെങ്ങാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേ. ഞാനൊരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ കോട്ടയംകാര് അയർക്കുന്നംകാര് അമ്മ എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മയായിട്ട്. മോള് ഈ വർഷം +2 കഴിഞ്ഞു. ടീച്ചേഴ്സ് ആണ് ഇരിക്കുന്നത് മുഴുവനും. ഇപ്പൊ +2 ആണെങ്കിൽ ഇത് കുഞ്ഞു മക്കളുടെ ടീച്ചേഴ്സ്. എന്തായാലും ഒരു ആഗ്രഹം എന്നുള്ളത് സഫലമായെന്നേ ഞാൻ പറയുള്ളൂ. ബാക്കി ഐറ്റത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ പറയണം, അങ്ങോട്ട് കിടക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചില്ലേ? ഇത്രയും വലിയൊരു വേദി കിട്ടി, അതിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല നമുക്ക് ഈ വേദിയിൽ വേണ്ടത്. അത് നിങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിരുന്ന് കാണുക, എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വിലയിരുത്തുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു കാഴ്ച കൂടി കാണേണ്ടി വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രചോദേട്ടാ, ഐറ്റം പറയിലേക്ക് വരാൻ ഉള്ള കാരണം എങ്ങനെയാണ് വന്നത് ഒന്ന് പറയാമോ? ഭയങ്കര ഐറ്റം വേറെ വരണം. അപ്പം ഞങ്ങള് 2 പേരേ ഉള്ളൂ. അന്നേരം ഐറ്റം വേറെ വരാൻ പറ്റത്തില്ല, 3 പേര് വേണമല്ലോ. അപ്പൊ പിന്നെ ഞങ്ങള് ഓഡിഷൻ വന്നല്ലോ. നമ്മള് കുറച്ച് ചെയ്തപ്പോഴത്തേന് നമ്മള് സെലക്ട് ആയി കഴിഞ്ഞപ്പം ഒരാള് വേണമല്ലോ. ഞങ്ങൾക്ക് ഒരാളില്ല. അപ്പം അച്ഛൻ ഹസ്ബൻഡ് ഇല്ലേ? ഒരാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങള് അപ്പം ഞാനോർത്ത് എന്നാ മോനെ നോക്കാന്ന് വിചാരിച്ചു. മോനെ കൊണ്ടുവന്നപ്പോഴത്തേന് അവൻ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയി. മൂത്താണോ അതോ? അവൻ ഇനി 3ാം ക്ലാസ്സിലോട്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ കൊണ്ട് സ്കിറ്റ് കളിക്കാനായിട്ട്. അപ്പൊ പിന്നെ ഞാൻ എന്തെടുത്ത് അച്ഛനോട് ചോദിച്ചു, ചെയ്യാവുന്നോ? അന്ന് ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. എനിക്കത്ര ഇത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഇവന് ഭയങ്കര ചിരിച്ച് നമ്മുടെ അടുത്ത് വന്ന്. അപ്പൊ ഇവന് പറഞ്ഞ് പിന്നെ ആളില്ലെങ്കിൽ വിളിച്ചോണം എന്നെ കേട്ടോ എന്ന് പറഞ്ഞു. ഞാനൊരുത്തിന് തമാശ പറഞ്ഞായിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇവനെ ഇവളോട് പറഞ്ഞു, മോനെ അന്ന് നമുക്ക് ആ ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ട് അതിനോട് പറയാം ഒന്ന് വരാന്ന്. അവിടെ ഞങ്ങൾ ബ്ലാക്ക് കളർ ഷർട്ട് പറഞ്ഞിട്ട് ആർക്കും അറിയത്തില്ല. ആരൊക്കെയോ പറയുന്നുണ്ട് റോബിനാന്ന്, പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ആ ഏരിയയിലെങ്ങും ഇതില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം പിന്നെ ഇറങ്ങിപ്പോയി താഴെ ചെന്നപ്പോ ദേ ഇരിക്കുന്നു. എന്നാ ഞങ്ങള് വെച്ചു ഞങ്ങളുടെ കൂടെ ഒന്ന് കേറാവോ? അതിനല്ലേ ഞാൻ കേറാം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനെ കിട്ടിയത്. അപ്പൊ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. കിട്ടിയല്ലോ, ഒരാളെ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമായിട്ട് തന്നാണ് ഇതിനെ. അല്ല നമ്മൾ എവിടെ പോയി ഇനി ആളെ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയത്തില്ലല്ലോ ആരെയും. അങ്ങനെയാണ് ഇതിനെ കിട്ടിയത്. അല്ല റോബിന് അല്ലേ സ്റ്റാറൊക്കെ ചെയ്യുന്ന ആളാണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ച കുറെ കാര്യങ്ങൾ വളരെ ജെന്യൂനായിട്ട് പറഞ്ഞു. നമ്മൾ ആ സ്കിറ്റിൽ ആ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പക്ഷെ സ്കിറ്റ് കളിച്ചപ്പോൾ ഇച്ചിരി ടെൻഷനായി പോയി അല്ലേ? ഇച്ചിരി അല്ല, നല്ല ടെൻഷനായി പോയി. പക്ഷെ ഇനി ഞാൻ പറയുന്നത്, ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ഒരു ടെൻഷനും വേണ്ട, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ കുറവുകൾ പറയുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്ത് ഈ പറയുന്ന പോലെ ടെൻഷനൊക്കെ മാറ്റി അടുത്തൊരു സ്കിറ്റുമായിട്ട് വരാൻ അവസരം കിട്ടിയാൽ പൊളിച്ചെടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ പ്ലാറ്റ്ഫോമിൽ വരിക എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. ബാക്കിയുള്ളതൊന്നും നമ്മൾ കൂട്ടണ്ടേ. ഈ വേദിയിലെത്തുക, ഇപ്പൊ എത്രയോ കോടി ജനങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ. ബാക്കി ഇനി ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് കയറാൻ പറ്റും.
പക്ഷേ നമ്മുടെ റോബിൻ നീ ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. താങ്ക് യു താങ്ക് യു. നല്ല ആർട്ടിസ്റ്റാണ്. കാരണം ഇതിനെ പിടിച്ചു നിർത്തിയത് നീയാണ്. അതുപോലെ തന്നെ മോള് നല്ല ആർട്ടിസ്റ്റാണ്. അമ്മയെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നിങ്ങളൊന്ന് പ്രൊഫഷണൽസ് അല്ല, അതുകൊണ്ട് നമുക്ക് നിങ്ങളെ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഉയർന്നു വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ശ്രമം നമ്മൾ, അതായത് പത്രത്തിലെ കുറച്ച് വരികൾ പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസിക എടുത്തിട്ട്, അതായത് ഇപ്പം മംഗളം പോലുള്ള ഇതിൽ ഡയലോഗ്സ് ഉണ്ടാവും, അതിൽ നോവലുകളിൽ ആ ഡയലോഗ്സ് പറഞ്ഞ് നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് എന്തായാലും ഇനി മാർക്സ് ചോദിക്കാം. ഫൈനൽ അവിടെ വരും. എന്താ മാർക്ക് പറയുക? കൊടുക്കുന്നതിന് മുമ്പായിട്ട് റോബിനെ, റോബിന്റെ ഇന്ദ്രൻ സീഡനൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇന്ദ്രൻ സീഡൻ ഒന്ന് ചെയ്യാമോ? ഇന്ദ്രൻ സേട്ടന്റെ 5-ാം പാതിര എന്ന സിനിമയിലെ ഒരു ഡയലോഗ്. ശരി. ഓക്കെ. ചുറ്റുകൊണ്ട് തലക്കടിക്കുമ്പോൾ കളികൂട്ടി വിളിക്കുന്ന രക്ഷയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടി ആകുമ്പോൾ ഓരോ കൊലപാതകവും കഴിഞ്ഞ് 1.5-2 കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ റിവ്യൂയുടെ അവസാന കൊലയും കഴിഞ്ഞെന്ന്. വേട്ട അവസാനിച്ചു നിലകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അപ്പൊ അടുത്ത ആരാണ് ചെയ്യുന്നത്? വേറെ സ്റ്റാർ? അടുത്ത നമ്മുടെ കോഴിക്കോട് നാരായണ നായർ ചേട്ടന്റെ വോയിസ്. ഓക്കെ. സത്യവട്ടങ്ങളെ ഗംഭീരായി. ആർഭാടത്തിൽ ഉറഞ്ഞു പോയില്ലേ എന്നാ എന്റെ സംശയം. എന്തെങ്കിലും കുറവെന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ഉപനയത്തിന് പരിഹരിക്കാമെന്ന് വെച്ച് കരുതിയിരിക്കുക. പുന്നശ്ശേരി കുട്ടിയുടെ അന്നപ്രാശത്തിന്റെ സദ്യ ഗംഭീരായിരിക്കണു. ഓ, പോരട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 സാധനം പോരട്ടെ. അജു വർഗീസ് ചേട്ടന്റെ വോയിസ്. ഓക്കെ. തിരിച്ചറിവൊക്കെ ഉണ്ടാവുന്ന നല്ലതാ എന്ന് പറഞ്ഞ് പാതിരാത്രി വിളിച്ചുണ്ടാക്കാൻ നിൽക്കരുത്. എന്നെ 10-ാം ക്ലാസ് വരെ തല്ലി, എന്നെ ഇന്നലെ കൂടെ തല്ലി. ഇട വിനോദേ, നീ മരണമാസടാ, പൊളിയാടാ. ഓ, ഇനി ആരാണ് പറ? ഇനി നമ്മുടെ അനിൽ പനച്ചൂരൻ ചേട്ടന്റെ വോയിസ്. നട്ടു കണ്ണു നട്ടു നാം വളർത്തിയ വിളകളെ കൊന്നു കൊയ്തു കൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി സ്വന്ത ജീവിതം ബലി കൊടുത്തു കോടി മനുഷ്യർ പോരടിച്ചു കൊടി പിടിച്ചു നേടിയതീ മോചനം. താങ്ക് യു. അടിപൊളി. ചോര വീണ മണ്ണിൽ നിന്ന് അത് അറിയാമോ? ഒന്ന് പാടാമോ പ്ലീസ്? ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ 1000 ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. വേറെ സ്റ്റാർ വല്ലതും ചെയ്യോ? സേതുലക്ഷ്മി അമ്മയുടെ വോയിസ് ആണ്. പൊളി. അയ്യോ, മോൾ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ആശുപത്രി പോയാൽ കൂട്ട് വേണ്ട, പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. വേറൊന്നിനും അല്ല, ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ള തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പം ഇവരുടെ അടുത്ത് ചോദിക്കാൻ ഒരാൾ വേണം. കഴിഞ്ഞോ? ജഗതി ചേട്ടന്റെ വോയിസും കൂടെ ചെയ്യാം. ജഗതി ചേട്ടന്റെ പട്ടാളം എന്ന സിനിമയിൽ മദ്യപിച്ച് വന്നിട്ടൊരു ഡയലോഗ് ഉണ്ട്, അത് കേൾക്കാം. ഭീകര ഭാരമുട്ട ജളിഞ്ഞത് ദ്വാഖ്യത കൊതിപ്പിക്കാതെ എൻ്റെ പൊന്നെ വാട്ടർ ടാങ്ക് എവിടെ ഇതിൻ്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ ഇറങ്ങി വാടാ പൻ്റെ ടെമ്പററി ഓപ്പറേറ്റർ മോനി എടി മാലിനി പുളിയിലിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കും എന്നെ തള്ളിയിട്ട് ഈ പൊന്നാരി മകളത്തെ സർക്കസ് നടത്തുന്നത് എനിക്കൊന്ന് കാണണം. ഓ, അടിപൊളി. അടിപൊളി റൂബിനെ, അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം നല്ല പെർഫെക്ഷൻ ആയിരുന്നു. അടിപൊളി. താങ്ക് യു കേട്ടോ. നല്ല വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. അപ്പൊ മിമിക്രി സ്കിറ്റും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി സ്കിറ്റിനുള്ള മാർക്ക് എടുക്കാം അല്ലേ പ്രചോദേട്ടാ? തീർച്ചയായിട്ടും. പ്രചോദേട്ടൻ തുടങ്ങിക്കോ. ഞാൻ എന്തായാലും ഒരു 6000 രൂപ കൊടുത്തു. 6000. ഓക്കെ. ഇക്ക ഞാനൊരു 3000 രൂപ കൊടുക്കും. 3000. ഇപ്പോൾ 9000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി തിരിച്ചായിട്ട് റിവീൽ ചെയ്യുന്നതായിരിക്കും. നമുക്ക് തിരിഞ്ഞത് അവിടെ നോക്കാം, അവിടെ വരും. 12,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് ആണ്. 12,000 ആണ്. അപ്പൊ ഇതൊരു പ്രചോദന പ്രൈസ്. ഓക്കെ, ഞാൻ സ്റ്റാർസിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലേ? അതാണ്. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വർക്ക് ചെയ്ത് നമുക്ക് വീണ്ടും അടുത്ത തവണ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഒരു വേടിക്കെട്ട് എപ്പിസോഡ് ഇതാ ഇവിടെ തീരെയായി. നിങ്ങൾ എല്ലാവരും മതി മറന്ന് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.